إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, നാം ഏവരെയും പടച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പും നമസ്കാരവും മറ്റു കർമ്മങ്ങളുമെല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ പുണ്യകരമായ ദിനങ്ങൾ നമ്മിൽ നിന്ന് വളരെ വേഗത്തിൽ കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. റമളാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ 10 ദിനങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇനി മുതൽ നമുക്ക് മുമ്പിൽ വരാനിരിക്കുന്നത്. ശഅബാൻ മാസത്തിൽ നിന്ന് വിശുദ്ധ റമളാനിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ വളരെ ആവേശത്തോടു കൂടിയാണ് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തത്. ജമാഅത്ത് നമസ്കാരം തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ വളരെ നേരത്തെ തന്നെ പള്ളിയിൽ വരികയും നമസ്കാരം കഴിഞ്ഞാലും കുറച്ചധികം സമയം പള്ളികളിൽ കഴിച്ചുകൂട്ടുകയും
ധാരാളമായി വിശുദ്ധ ഖുർആൻ ഓതുകയും ദിക്റുകളും ദുആകളുമെല്ലാം നിർവഹിക്കുകയും സദഖയുടെ വിഷയത്തിൽ കൂടുതൽ ഔദാര്യം കാണിക്കുകയും രാത്രി നമസ്കാരം വീഴ്ച വരുത്താതെ നിർവഹിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ റമളാനിനെ സ്വീകരിച്ചത്. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ സജീവതയോടുകൂടി ആത്മാർത്ഥമായി കർമ്മനിരതരാകണമെന്നാണ് ആമുഖമായി ഉണർത്തുവാനുള്ളത്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റമളാൻ കൊണ്ടൊരു വിശ്വാസി നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഗ്ഫിറത്താണ്, പാപമോചനമാണ്. മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നും മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നും ഒക്കെ ഹദീസിൽ വരുമ്പോൾ റമളാനിൽ വിശ്വാസത്തോടുകൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നോമ്പ് നോൽക്കുന്ന, അതുപോലെ രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ അവർക്ക് കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ പാപക്കറകളെ കഴുകിക്കളയാൻ റമളാൻ നമുക്ക് ഉപകരിക്കേണ്ടതുണ്ട്. ഒരാൾക്ക് റമളാൻ കടന്നു വന്നിട്ട് അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവൻ നശിക്കട്ടെ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളതെങ്കിൽ പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ റബ്ബിനോട് ആത്മാർത്ഥമായി മനമുരുകി പ്രാർത്ഥിക്കേണ്ട സന്ദർഭങ്ങളാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗാഫിറാണ്, പാപം പൊറുക്കുന്നവനാണ്. ഗാഫിരിദ് ദംബി വ ഖാബിലിത് തൗബ്, പാപം പൊറുക്കുന്നവരും തൗബ സ്വീകരിക്കുന്നവരുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറാണ്, എല്ലാം പൊറുക്കുന്നവനാണവൻ. ഗഫാറാണ്, അങ്ങേയറ്റം പൊറുക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ അല്ലാഹു തവ്വാബാണ്, തൗബ സ്വീകരിക്കുന്നവനാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുവാൻ, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുവാൻ ഈ സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹ്ക്ക് പൊറുക്കുന്നത് ഏറ്റവും ഇഷ്ടമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. മഹാനായ സഹാബി അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കുമ്പോൾ തൻ്റെ മകനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, മോനെ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ഒരു കാര്യം ഞാൻ ആരോടും പറയാതെ മറച്ചു വച്ചിരുന്നു. എന്നാൽ ഈ ഒരു സന്ദർഭത്തിൽ ആ കാര്യം ഞാൻ വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ലൗലാ അന്നകും തുദ്നിബൂന ലഖലഖല്ലാഹു ഖൽഖൻ യുദ്നിബൂന യഗ്ഫിർ ലഹും. നിങ്ങൾ പാപം ചെയ്യാത്ത ആളുകളാണെങ്കിൽ പാപം ചെയ്യുന്ന ഒരു വിഭാഗത്തെ, ഒരു സൃഷ്ടികളെ അള്ളാഹു സൃഷ്ടിക്കുകയും അവർക്കെന്നിട്ട് പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്നാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? പാപം എത്രയും ചെയ്യാമെന്നല്ല, മറിച്ച് എത്ര വലിയ പാപങ്ങൾ ചെയ്ത ആളുകളാണെങ്കിലും അല്ലാഹു തആല എല്ലാം പുറത്തു തരാൻ തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, യാ ഇബാദി, എന്റെ ദാസന്മാരെ, ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, നിങ്ങൾ രാവും പകലുമൊക്കെ തിന്മകൾ ചെയ്യുന്നവരാണ്, പാപങ്ങൾ ചെയ്യുന്നവരാണ്. എന്നാൽ വഅന അഗ്ഫിറു ദുനൂബ ജമീഅ, ഞാൻ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് ഫസ്തഗ്ഫിറൂനി, നിങ്ങൾ എന്നോട് പൊറുക്കലിനെ തേടുക. അഗ്ഫിർ ലക്കും, ഞാൻ നിങ്ങൾക്ക് പൊറുത്തു തരാം.
അള്ളാഹ്ക്ക് ഇഷ്ടമാണ് പുറത്തു വരാൻ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ആത്മാക്കളോട് അക്രമം ചെയ്ത എൻ്റെ അടിമകളോട് നബിയെ പറഞ്ഞു കൊടുക്കുക, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ അല്ലാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി നിരാശരാവരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അല്ലാഹു തആല എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാണ്. വഅനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹ്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുക, അവന് നിങ്ങൾ കീഴൊതുങ്ങുക. മിൻ ഖബലി അൻ യഅതിയകുമുൽ അദാബു സുമ്മ ലാ തുൻസറൂൻ, നിങ്ങൾക്ക് അദാബ് കടന്നു വരുന്നതിന് മുമ്പ് അല്ലാഹുവിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുക. അദാബ് വന്നാൽ പിന്നീട് സഹായിക്കപ്പെടുകയില്ല എന്നാണ്. സൂറത്തു സുമറിന്റെ 53-54 ആയത്തുകളാണ്. അപ്പൊ തൗബ ചെയ്ത് മടങ്ങാൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കുന്നവനാണ്. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും, നിങ്ങളുടെ തൗബ സ്വീകരിക്കാൻ, നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്നാണ്. നബി പറഞ്ഞു, അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു, പാപത്തിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുന്നവർ പാപം ചെയ്യാത്തവരെ പോലെയാകുന്നു എന്നാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലെ, ഒരു മനുഷ്യൻ എത്ര വലിയ തെറ്റുകൾ ചെയ്തവനാണെങ്കിലും അള്ളാഹുവിങ്കിലേക്ക് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ, തൗബ ചെയ്താൽ, തൗബ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിലേക്ക് ഒരാൾ മടങ്ങലാണ് തൗബ. അപ്പൊ നമ്മളിങ്ങനെ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ റൂട്ട് തെറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഉടൻ നമ്മൾ യു ടേൺ എടുക്കും. ബസ്സിലാണെങ്കിൽ അവിടെ ഇറങ്ങി എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ടുള്ള ബസ്സിൽ കയറും. ഇതുപോലെ നമ്മുടെ വഴി ശരിയല്ല, ഈ പോക്ക് അപകടത്തിലേക്കാണ്, നരകത്തിലേക്കാണ് ഈ യാത്ര എന്ന് മനസ്സിലാക്കുമ്പോൾ ആ തിന്മയാണെന്ന് തിരിച്ചറിഞ്ഞ് പിന്നീട് ആ തിന്മയിലേക്ക് ഒരിക്കലും മടങ്ങയില്ലെന്ന് പ്രതിജ്ഞ ചെയ്ത്, അഥവാ ആ രൂപത്തിൽ തീരുമാനമെടുത്ത് ചെയ്തു പോയ തെറ്റിനെപ്പറ്റി ഖേദമുണ്ടായി ആ തിന്മയിൽ നിന്ന് സമ്പൂർണമായി വിട്ടുനിന്ന് അള്ളാഹുവിങ്കലേക്ക് ഖേദിച്ചു മടങ്ങലാണ് തൗബ എന്ന് പറയുന്നത്. അങ്ങനെ തൗബ ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അങ്ങനെ ആത്മാർത്ഥമായ തൗബയാണോ നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പൊറുക്കുമെന്നാണ്. അള്ളാഹ് പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് ആത്മാർത്ഥമായി യഥാർത്ഥ രൂപത്തിലുള്ള തൗബ ചെയ്ത് മടങ്ങുക. അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളുടെ റബ്ബ് പുറത്തു തന്നേക്കാം. വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അവൻ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാമെന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മുടെ പാപം പുറത്തു തരാൻ വേണ്ടിയിട്ടും സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കാൻ വേണ്ടിയും അള്ളാഹുവിലേക്ക് നമ്മൾ തൗബ ചെയ്ത് മടങ്ങുക എന്നതാണ്. ആത്മാർത്ഥമായ പഠിപ്പിക്കപ്പെട്ട രൂപത്തിലുള്ള തൗബയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്ന് നമ്മുടെ നാട്ടിൽ 25 രാവിലൊക്കെ ഞങ്ങളുടെ നാട് പരപ്പനങ്ങാടി ഭാഗത്തൊരു സ്വലാത്താണ്, ഒരു കൂട്ടമായ സ്വലാത്തും കൂട്ടമായ തൗബയുമൊക്കെയാണ്. 27 രാവിൽ മലപ്പുറം ഭാഗത്ത് ഇതുപോലെ തൗബയുടെ മഹാ സദസ്സ് സംഘടിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലാത്ത പുത്തൻ നിർമ്മിതമായ ബിദ്അത്തായ ഒരു തൗബ മജ്ലിസ്, ദിക്ർ മജ്ലിസ്, ഇത് അവിടെ വന്ന് കൂട്ട തൗബ എന്നൊരു രീതിയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച തൗബ ആ രീതിയല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ തെറ്റുകൾ പറ്റിയ ആളുകൾ അതിൽ നിന്ന് സമ്പൂർണമായി വിട്ടുനിൽക്കുകയും അതിൽ ഖേദമുണ്ടാവുകയും അതിലേക്ക് മടങ്ങുകയില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നതാണ് തൗബ. അതിന് പ്രത്യേകമായ വാചകം വേണമെന്ന് പോലും നിർബന്ധമില്ല എന്നുള്ളതാണ്. അങ്ങനെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ നമുക്ക് കഴിയണം. തൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലക്കും തുഫ്ലിഹൂൻ, അല്ലയോ വിശ്വാസികളെ
നിങ്ങളെല്ലാവരും അള്ളാഹുവിങ്കലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം എന്നാണ്. അള്ളാഹ് തൗബ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഉൻ നഹാർ. പകൽ തെറ്റുകൾ ചെയ്ത് തൗബ ചെയ്യുന്ന ആളുകളുടെ തൗബ സ്വീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി അവന്റെ കൈകൾ നീട്ടിയിരിക്കുന്നു എന്നാണ്. വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉൽ ലൈൽ. രാത്രി തെറ്റ് ചെയ്ത് തൗബ ചെയ്യുന്ന ആളുകളുടെ തൗബ സ്വീകരിക്കാൻ പകലും അല്ലാഹു തന്റെ കൈ നീട്ടിയിരിക്കുന്നു എന്നാണ്. ഹത്താ തത്ലുഅ അശ്ശംസു മിൻ മഗ്രിബിഹാ. സൂര്യൻ പടിഞ്ഞാറുദിക്കുന്നത് വരേക്കും എന്നാണ്. ഈ ഒരു മനുഷ്യന്റെ വിഷയത്തിലാണെങ്കിൽ മരണം തൊണ്ടക്കുയിലെത്തുന്നത് വരെ അള്ളാഹ് തൗബ സ്വീകരിക്കും. എത്ര വലിയ മാരകമായ രോഗമാണെങ്കിലും തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹ് സ്വീകരിക്കും. എന്നാൽ മരണം തൊണ്ടക്കുയിൽ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹ് ഒരാളുടെയും തൗബ സ്വീകരിക്കൂല. മരണം എപ്പോഴാണെന്ന് നമുക്കാർക്കും അറിയാത്തത് കൊണ്ട് തന്നെ എപ്പോഴും അള്ളാഹുവിങ്കലേക്ക് തൗബ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഞാൻ 100 തവണ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നു എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഈ റമളാനിന്റെ ഈ ഒരു സന്ദർഭത്തിൽ പ്രിയമുള്ളവരെ, റമളാനിന് മുമ്പ് നമുക്കുണ്ടായ പല ദുശീലങ്ങളും ഒഴിവാക്കി നമ്മൾ ഈ റമളാനിൽ ഇനി ആ തിന്മയിലേക്ക് മടങ്ങുകയില്ലെന്ന് തീരുമാനിക്കും. ഇത് നമുക്കൊരു അവസരമാണ്. അള്ളാഹിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക, റബ്ബേ, അറിഞ്ഞു അറിയാതെയും പല തെറ്റുകളും ഞാൻ ചെയ്തു പോയി. തെറ്റാണെന്ന് അറിയ റബ്ബേ, എൻ്റെ ഗൗരവം അറിയാം റബ്ബേ, അതിന് ശിക്ഷയുണ്ടെന്ന് അറിയാം റബ്ബേ, എന്നാലും പല തെറ്റുകളിലും ഞാൻ പെട്ടുപോയി റബ്ബേ, അത്തരം തെറ്റുകൾക്ക് എനിക്ക് മാപ്പേകണ റബ്ബേ എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അള്ളാഹ് നമ്മുടെ തൗബ സ്വീകരിക്കും. എനിക്കൊന്നും അള്ളാഹ് പുറത്തുതരില്ല എന്നുള്ള ചിന്തയാണ് യഥാർത്ഥത്തിൽ വളരെ അപകടകരമായിട്ടുള്ളത്. അള്ളാഹ് പുറത്തുതരുന്നുള്ള ചിന്തയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ, നബിയെ, ലൈലത്തുൽ ഖദർ ആണെന്ന് പ്രതീക്ഷിക്കുന്ന രാവുകളിൽ, അല്ലെങ്കിൽ അത് ആണെന്ന് അറിഞ്ഞാൽ ഞാൻ എന്താ പറയേണ്ടത്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ പറയണം ആയിഷ, അല്ലാഹുമ്മ ഇന്നക അഫുവ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പേകുന്നവനാണ്, നീ മാപ്പേകുന്നത് ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് എനിക്ക് നീ മാപ്പേകണേ. ഉണ്ടോ? അല്ലാഹുവേ, നീ അഫുവാണ്, അഫു നീ ഇഷ്ടപ്പെടുന്നു, മാപ്പേകൽ നീ ഇഷ്ടപ്പെടുന്നു, എനിക്ക് പുറത്തിരണേ. ആ ഒരു പ്രതീക്ഷയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അബൂ നുവാസ് എന്ന കവി, അദ്ദേഹം രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് ഒരാൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്നപ്പോ അയാളോട് പറയാണ്, എൻ്റെ ഈ ഒരു വരി കൂടി നീ എഴുതി വെക്കണം. ആ വരി ഇങ്ങനെയാണ്, യാ റബ്ബി ഇൻ അളുമത് ദുനൂബി കസുറതൻ വലഖദ് അലിംതു ബിഅന്ന അഫൂക അളമു. ഓ റബ്ബേ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ധാരാളക്കണക്കിന് പാപങ്ങൾ ചെയ്ത പാപിയാണ് ഞാൻ റബ്ബേ, എന്നാൽ എനിക്കറിയാം വലഖദ് അലിംതു ബിഅന്ന അഫൂക അളമു, എന്റെ പാപം എത്രയാണോ അതിനേക്കാൾ വലുതാണ് റബ്ബേ നിന്റെ അടുക്കലുള്ള മാപ്പ്, അതുകൊണ്ട് എനിക്ക് മാപ്പേകണ റബ്ബേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കവിത എഴുതുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു തആല ഗഫൂറാണ്, അവൻ ഗഫാറാണ്, അവൻ തവ്വാബാണ്, അവൻ അഫൂവാണ്, അവൻ നമ്മോടേറെ കരുണയുള്ള റഹീമാണ്. അതുകൊണ്ട് അവനിലേക്ക് നമ്മൾ ഖേദിച്ചു മടങ്ങുക. അല്ലാഹു തആല നമ്മുടെ തൗബ സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാണ്. നമുക്കറിയാം, ഈ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു പകല് കൂടി കഴിഞ്ഞാൽ റമളാനിൻ്റെ ഏറ്റവും പുണ്യകരമായ അവസാനത്തെ 10 നമുക്ക് മുമ്പിൽ വരുന്നത്. എങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
അവിടുത്തെ അവസാന 10 ദിവസങ്ങൾ അഥവാ റമദാനിൽ അവസാനത്തെ 10 ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിച്ചിട്ടുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യജ്തഹിദു ഫിൽ അശ്രിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിന്റെ അവസാനത്തെ 10 മറ്റു സന്ദർഭങ്ങളിൽ പ്രയത്നിക്കുന്നതിനേക്കാൾ കൂടുതലായി പ്രയത്നിക്കുമായിരുന്നു എന്നാണ് മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നു, കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ദഖലൽ അശ്റു ശദ്ദ മിഅ്സറഹു വഅഹ്യാ ലൈലഹു വഅയ്ഖദ അഹ്ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ അവിടുത്തെ അരക്കെട്ട് അല്ലെങ്കിൽ ഉടുമുണ്ട് മുറുക്കിയെടുക്കും. അഥവാ ഭൗതികമായി അള്ളാഹു അനുവദിച്ച കാര്യങ്ങളിൽ നിന്ന് പോലും വിട്ടുനിന്ന് കർമ്മനിരതനാകുമെന്നാണ് അതിൻ്റെ ആശയം. വഅഹ്യാ ലൈലഹു, അവസാനത്തെ 10 രാത്രികൾ ഉറങ്ങാതെ സജീവമാക്കി മാറ്റും. വഅയ്ഖദ അഹ്ലഹു, തൻ്റെ കുടുംബത്തെയും അതോ ഭാര്യമാരെയും മറ്റും വിളിച്ചുണർത്തുകയും ഇബാദത്തുകൾക്ക് വേണ്ടി വിളിച്ചുണർത്തുകയും ചെയ്യുമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന 1000 മാസത്തേക്കാൾ പുണ്യകരമായ രാവുള്ളത്. നബി പറഞ്ഞത്, ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ. ആ റമദാനിൽ ഒരു രാത്രിയുണ്ട്, 1000 മാസത്തേക്കാൾ ഉത്തമമാണത്. മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ. ആർക്കെങ്കിലും അതിൻ്റെ ഖൈറ് തടയപ്പെട്ടാൽ അവന് എല്ലാ രൂപത്തിലുമുള്ളതും തടയപ്പെടുമെന്നാണ്. അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹറൗ ലൈലത്തുൽ ഖദർ ഫിൽ വിത്ർ മിനൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ. റമളാനിന്റെ അവസാനത്തെ 10 ഒറ്റയൊറ്റ രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചിരിക്കുക എന്നാണ്. അതിൻ്റെ അർത്ഥം ഒറ്റയൊറ്റ രാവുകളിൽ മാത്രം ഇബാദത്ത് വർദ്ധിപ്പിക്കുക, മറ്റ് രാവുകളിലൊക്കെ അശ്രദ്ധരായി കഴിയുക എന്നുള്ളതല്ല. മറിച്ച് അവസാനത്തെ 10 ഓരോ സന്ദർഭവും, പ്രത്യേകിച്ച് രാവുകൾ, അത് നമ്മൾ സജീവമായി കർമ്മനിരതരാവുക. അതിലേതെങ്കിലും ഒരു ദിവസം ലൈലത്തുൽ ഖദർ ആയിരിക്കുമല്ലോ ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് ആ ലൈലത്തുൽ ഖദർ ലഭിക്കുമെന്നുള്ളതാണ്. ആത്മാർത്ഥമായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം ലൈലത്തുൽ ഖദർ ലഭിക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ഒരു അലസതയോ ക്ഷീണമോ അശ്രദ്ധയോ വന്നാൽ ഒരു പക്ഷേ ആ രാത്രി നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമ്മെ എല്ലാ രൂപത്തിലുമുള്ള സൽക്കർമ്മങ്ങളിൽ മുൻപിൽ നടക്കുവാൻ സഹായിക്കുമാറാവട്ടെ. പിന്നെ നമ്മൾ അവസാനത്തെ 10 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇഅ്തികാഫ്. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ റമളാനിൽ മാത്രമുള്ളൊരു ഇബാദത്തല്ല ഇഅ്തികാഫ്. അത് അവസാനത്തെ 10 അല്ലെങ്കിൽ ഏതാനും ചില രാത്രികളിലോ മാത്രം നിർവഹിക്കേണ്ട ഇബാദത്തല്ല. അത് എപ്പോഴും ഒരാൾക്ക് പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാവുന്നതാണ്. ഇഅ്തികാഫ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്ത് ഇരിക്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, ദിക്റുകൾ ചൊല്ലുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ദുആ ഇരക്കുക, ഖുർആൻ ഓതുക, ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് പള്ളിയിൽ ഒഴിഞ്ഞിരിക്കുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ പള്ളിയിൽ വന്നിങ്ങനെ ഇരുന്ന് എന്നതുകൊണ്ടാക്കി ഇഅ്തികാഫിന്റെ പ്രതിഫലം കിട്ടൂല. എന്നാൽ പള്ളിയിൽ വരുമ്പോൾ ഇഅ്തികാഫ് ഇരിക്കണമെന്ന നിയ്യത്താണെങ്കിൽ അയാൾ എത്ര സമയം ഇരിക്കുന്നുണ്ടോ അത്രയും സമയം അയാൾക്ക് ഇഅ്തികാഫിന്റെ പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ്. റമദാനിലാണെങ്കിൽ ഏറ്റവും അഫ്ദൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ അവസാനത്തെ 10 ദിവസങ്ങൾ മുഴുവനായി ഇഅ്തികാഫ് ഇരിക്കുക എന്നുള്ളതാണ്. അവസാനത്തെ 10 മുഴുവനായി ഇഅ്തികാഫ് ഇരിക്കലാണ് ഏറ്റവും ഖൈറ്. കാന യഅ്തകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ
ഹത്താ തവഫാഹുല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഫാത്ത് മരണം വിധിക്കുന്നത് വരെ അവിടുന്ന് അവസാന 10 നാളുകളിൽ ഇഅ്തികാഫിരുന്നു. വിശ്വാസം മരിക്കുന്നത് തൊട്ടുമുള്ള റമളാനിൽ അവസാനത്തെ 20 ദിവസം ഇഅ്തികാഫിരിക്കുന്നുണ്ട്. ثم اعتكف ازواجه من بعده. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാരും ഇഅ്തികാഫിരുന്നു. ഇഅ്തികാഫിരിക്കൽ എവിടെയാണ്? പള്ളികളിലാണ് ഇഅ്തികാഫിരിക്കുക. വീട്ടിലൊരാളിരിക്കണ ഇഅ്തികാഫ് എന്ന് പറയില്ല. എന്നാൽ പള്ളിയിൽ ഇരിക്കാൻ കഴിയാത്ത ആളുകൾക്കും റമളാനിന്റെ അവസാന 10 രാത്രികൾ പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദ്ർ നേടിയെടുക്കാൻ കഴിയും. അവർക്കവിടെ പ്രാർത്ഥനയും ഖുർആൻ പാരായണവും നമസ്കാരവും ഇബാദത്തുകളുമായി വീടുകളിൽ നിന്നും അത് ചെയ്യാം. ഏറ്റവും അഫ്ളല് അവസാനത്തെ 10 പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് പകല് കഴിയുന്നില്ലെങ്കിൽ രാത്രി മാത്രമായാൽ അതിനുള്ള പ്രതിഫലം കിട്ടും. ഇനി രാത്രി പ്രയാസമാണെങ്കിൽ എപ്പോഴാണ് നമ്മൾ പള്ളിയിൽ വരുന്നത്, അപ്പോൾ നമ്മൾ ഇഅ്തികാഫിന് നിയ്യത്ത് ചെയ്യുക. അങ്ങനെ ആ പ്രതിഫലം നേടിയെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ പള്ളിയിൽ അൽഹംദുലില്ലാഹ് ഇഅ്തികാഫ് ഇരിക്കുന്ന ആളുകൾക്ക് അത്താഴ ഭക്ഷണത്തിനും മറ്റുമുള്ള സൗകര്യം അവിടെ ഉണ്ട്. അവിടെ ലിസ്റ്റ് ഉണ്ട്. പുരുഷന്മാരുടെ ഭാഗത്തും സ്ത്രീകളുടെ ഭാഗത്തും ഒക്കെ നോട്ട് പുസ്തകമുണ്ട്. അതിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് എഴുതി വെച്ചാൽ മതി, ഇന്ന് ഇഅ്തികാഫ് ഇരിക്കണ്ടേന് ഭക്ഷണം ആവശ്യമുണ്ട് എങ്കിൽ അതിലെന്ത് ചെയ്യുക, ഓരോ ദിവസവും വന്നിട്ട് എഴുതി വെച്ചാൽ നമുക്ക് അതിനുള്ള ഭക്ഷണം വരെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാഹ് നമുക്കുണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇബാദത്തുകൾക്ക് വേണ്ടി ഈ സന്ദർഭങ്ങൾ നമ്മൾ മാറ്റിവെക്കുക. പ്രിയമുള്ളവരെ, നമുക്ക് അള്ളാഹു എത്രയാണ് ആയുസ് നിശ്ചയിച്ചതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു അവസരങ്ങൾ നാളെ വരുമോ, നാളത്തെ ഭാവിയിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ രൂപത്തിൽ ഇബാദത്തുകളിൽ നമ്മൾ സജീവമാകുക. നമ്മുടെ പള്ളിയിൽ തറാവി നമസ്കാരമുണ്ട്, നമുക്കറിയാം 8:30 അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഈ അവസാന 10 രാത്രി 2:30 ഖിയാമുൽ ലൈൽ നമസ്കാരവും നടക്കുന്നുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കൊന്ന് ഉറങ്ങി എണീറ്റ് കൂടുതൽ നേരം നിന്ന് കൂടുതൽ പ്രതിഫലം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് വരുന്ന ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്തുക. രണ്ടുമില്ലാത്തൊരവസ്ഥ ഉണ്ടാവരുത് അല്ലേ? തറാവിക്ക് ഞാൻ ഖിയാമുലൈന് പോകുന്നവർ പിന്നെ രണ്ടുമില്ലാത്തൊരവസ്ഥ അതുണ്ടാകരുത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ പള്ളിയിൽ സംഘടിതമായി സക്കാത്ത് ശേഖരിക്കുന്നുണ്ട് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിത്ർ സക്കാത്തിൽ ഫിത്റിനുള്ള സംവിധാനവും അതൊക്കെ അതിൻ്റെ സന്ദർഭത്തിൽ നിങ്ങൾ ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അല്ലാഹു തആല എല്ലാ അർത്ഥത്തിലും നമുക്ക് ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്കറിയാം നമ്മുടെ കാരണവർ അലവി ഹാജി, അദ്ദേഹം ഇന്നൊരു സർജറിക്ക് വിധേയമായി അല്ലാഹു തആല അദ്ദേഹത്തിന് സമ്പൂർണമായ ഷിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരൻ്റെ കുട്ടി, ആ കുട്ടിക്ക് ന്യൂമോണിയ ബാധിച്ച് ICUലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ആ കുട്ടിക്ക് ഷിഫാഇനെ പ്രദാനം ചെയ്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പല രോഗികളും നമ്മുടെ പള്ളിയിൽ വരാൻ കഴിയാത്ത, റമളാനിൽ നമ്മുടെ കൂടെ ഇബാദത്തുകളിൽ പങ്കെടുക്കാൻ കഴിയാത്ത, ഈ പള്ളിയുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ ഒരുപാട് ആളുകൾ രോഗികളായിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം ഷിഫാഇനെ സമ്പൂർണമായ ഷിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ശാരീരികമായും സാമ്പത്തികമായും കുടുംബപരമായും ഒക്കെ പ്രയാസം അനുഭവിക്കുന്ന, മക്കളെ കൊണ്ട് ബുദ്ധിമുട്ട് സഹിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം പ്രയാസങ്ങൾക്ക് ദൂരീകരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പല സഹോദരങ്ങളും നമ്മോട് വിട പറഞ്ഞുപോയി. അവരുടെ പരലോക ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു. അല്ലാഹു തആല അവർക്ക് അവരുടെ കബറിടം സ്വർഗത്തോപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഗസയിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സഹോദരങ്ങൾ. അവർക്ക് അല്ലാഹു തആല ഷഹീദിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശത്രുക്കൾക്കെതിരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹു ശത്രുക്കളെ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറാ. ربنا هب لنا من أزواجنا
وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الشرك والمشركين آمين آمين برحمتك يا أرحم الراحمين صلى الله على محمد وعلى آل محمد والحمد لله رب العالمين.